കാണാം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു വലുതായിട്ട് പറയാനൊന്നുമില്ല. ചിരിക്കുമ്പോൾ വളുപ്പ് ഇട്ട് ചിരിക്കും. പക്ഷേ ഇത് പുതുമുഖങ്ങളായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. നമ്മൾ കണ്ട് പരിചയമുള്ളവർ തന്നെയാണ്. പക്ഷേ ശ്രീനിവാസനിൽ നിന്ന് പകർന്നു കിട്ടിയത് മറ്റല്ല, അത് എല്ലാവരോടും പറഞ്ഞു. ഞാൻ പറഞ്ഞായിട്ട് തന്നെ പറഞ്ഞു. 2024 കഴിഞ്ഞിട്ട് 25 നല്ലൊരു എൻ്റർടൈനർ, ഒരു കോമഡി പടം. ഇത് ആദ്യമായിട്ടാണ്. അടിപൊളിയായിട്ട് വിനീതേട്ടൻ്റെ ഒരു അടിപൊളി അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. വൺ ടൈം വാച്ചേ ഉള്ളൂ, ആവറേജ് പടം. കണ്ടിരിക്കാൻ കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. കാണാം, അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു വലുതായിട്ട് പറയാനൊന്നുമില്ല. കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. കോമഡി ഉണ്ട്, പക്ഷെ അങ്ങനെ അത് പ്രതീക്ഷ വരണമെന്നൊക്കെ ചോദിക്കുന്നത് അവരവരുടെ ഇഷ്ടമല്ലേ. കോമഡീസൊക്കെ കൊള്ളാം, കണ്ടോണ്ടിരിക്കാം. മെസ്സേജ് ആ ട്രെയിലറിൽ കാണുന്ന മെസ്സേജൊക്കെ തന്നെ നല്ല ത്രൂ ഔട്ട് കോമഡിയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു ത്രൂ ഔട്ട് കോമഡി വന്ന സിനിമയാണ്. നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പടം കൊള്ളാം, നൈസ് പടം, നല്ല ഫൺ മൂവിയാണ്. എടുത്തു പറയാനുള്ള അഭിനയം അടിപൊളിയാണ്. ക്ലൈമാക്സ് വരെ ചിരിച്ചോണ്ടൊക്കെ ഇരിക്കാം. ഇത് ജാതകത്തിന് ബേസ് ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂറിനുള്ളുണ്ട്. എന്തായാലും ഫണ്ണായിട്ടിരിക്കാം. നല്ല പടമായിരുന്നു. ഇഷ്ടം ജാതി ഭയങ്കര നോക്കി കെട്ടല്, അല്ലാതെ മനപ്പൊരുത്തോ ഇഷ്ടമൊക്കെ നോക്കി വേണം കെട്ടണം. പിന്നെ LGBT കമ്മ്യൂണിറ്റിക്ക് പറ്റിയ ചെറിയൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. നെഗറ്റീവായിട്ട് അത്രയും പറഞ്ഞത്, എന്നാലും അത്യാവശ്യം ചിരിക്കാനുള്ള നല്ല ഇതുണ്ട്. അടിപൊളിയായിരുന്നു. നന്നായിട്ടുണ്ടായിരുന്നു. കഥയും നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് കുറേ പുതുമുഖങ്ങളായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്. നമ്മൾ കണ്ട് പരിചയമുള്ളവർ തന്നെയാണ്. പക്ഷേ എല്ലാം നന്നായിട്ട് തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. ഉണ്ട് ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ല പടമാണ്. കോമഡി രൂപയാണ്, ഒരു കഥ പറയുകയാണ്. കൊള്ളാം, നല്ല സിനിമയാണ്. എടുത്തു പറയത്തക്ക രീതിയിൽ വെറൈറ്റി ആയിട്ടൊരു കഥയാണ്. നന്നായിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ അടിപൊളിയാണ്. കഥയും സ്റ്റോറിയും കുഴപ്പമില്ല. പിന്നെ കോമഡി അത്യാവശ്യം നല്ലപോലുണ്ട്. 2 മണിക്കൂർ കണ്ടിരിക്കാം, വേറെ ബോർ അടിക്കത്തൊന്നുമില്ല, നല്ലപോലെ കാണാം. അഭിനയം ഓക്കെയാണ്, എല്ലാവരും കാസ്റ്റിംഗ് ഒക്കെ പക്കയാണ്. വിനീത് ശ്രീനിവാസൻ കൊള്ളാം, അടിപൊളി. നായികമാരും ഓക്കെയാണ്. നല്ലൊരു എൻ്റർടൈനർ, നന്നായിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്ന സബ്ജക്റ്റ് ആ രീതിക്കല്ല, ഇപ്പോഴത്തെ ഒരു രീതി കുഴപ്പമില്ല, ആരും മോശമല്ല. വിനീതിനെ നമ്മളിപ്പം ഗസ് ചെയ്യാറൊന്നും ആയില്ല. കാരണം അത് വിനീതിൻ്റെ പിന്നെ സിനിമയും വിനീതിൻ്റെ എല്ലാം ഒരു പാരമ്പര്യമുള്ള ഒരു ബലിതമുണ്ടല്ലോ. ശ്രീനിവാസനിൽ നിന്ന് പകർന്നു കിട്ടിയത് മറ്റല്ല, അത് അതിൻ്റെ രീതിക്ക് പോകുന്നുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു എൻ്റർടൈനറാണ് കേട്ടോ. അത് എല്ലാവരോടും പറഞ്ഞു. ഞാൻ പറഞ്ഞായിട്ട് തന്നെ പറഞ്ഞു. എന്നെ അറിയത്തില്ലല്ലോ, അടിപൊളിയായിരിക്കും. കാരണം ഇതിനകത്ത് ഒന്നും മുഷിപ്പുള്ള ഒരു സീനും കാണുന്നില്ല. നമ്മൾ വിചാരിച്ച ഒരു ഡാൻസ് സീനിൽ കുറേ ലൈറ്റൊക്കെ ഇട്ടുള്ള ഒരു ഇതുണ്ടായിരുന്നു, അത് മുഷിപ്പാന്ന് വിചാരിച്ചു. പക്ഷേ ആ സീനിന് പിന്നീട് ഒരു വാലിഡിറ്റി വന്നു, വേറൊരു സംഭവമായിട്ട് അതിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പം വരത്തില്ല. ഓക്കെ, പൊക്കോട്ടെ. ഞാൻ നമ്മൾ 2024 കഴിഞ്ഞിട്ട് 25 നല്ലൊരു എൻ്റർടൈനർ, ഒരു കോമഡി പടം. ഇത് ആദ്യമായിട്ടാണ്. ഇത്രയും എൻജോയ് ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെയും അടിപൊളിയായിട്ട് വിനീതേട്ടൻ്റെ ഒരു അടിപൊളി അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു. കോമഡി നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ ക്ലൈമാക്സ് വരെ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കും. ലാസ്റ്റ് നല്ലൊരു മൊമെൻ്റായിട്ട് തന്നെ എൻഡ് ചെയ്തിട്ടുണ്ട് പടം. നല്ലൊരു സ്ക്രിപ്റ്റാണ്, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും എല്ലാം കൊണ്ട് ഒരു എൻ്റർടൈനർ തന്നെയാണ്. വിനീത് ശ്രീനിവാസൻ്റെ അതേ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ് വിനീതേട്ടൻ. ആ ഒരു എയിമിലാണ് വന്നിരിക്കുന്നത്. ഒരു സൂപ്പർ സംഭവമാണ്. എന്തായാലും പടം എല്ലാവരും കാണണം, അടിപൊളിയാണ്. ഫുള്ള് അതാ പറഞ്ഞത്, സ്റ്റാർട്ടിങ് മുതൽ ക്ലൈമാക്സ് വരെയും നമ്മൾ ആ ഒരു കഥ ബേസ് ചെയ്ത് തന്നെയാണ്. ഒരു ജാതി ഒരു ജാതകം എന്ന് ആ പേര് കറക്റ്റ് മാച്ചാണ് ഈ പടത്തിന്. ആ ഒരു കഥയൊക്കെ അനുസരിച്ചിട്ട് തന്നെയാണ് ഇത് ക്ലൈമാക്സ് വരെയും പോയിരിക്കുന്നത്. പക്ഷേ ചിരി ഒരിടത്തും ബ്രേക്ക് ആവുന്നില്ല. നമ്മൾ ഇൻ്റർവെൽ വരെയും ചിരിച്ചു, അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ആ ഒരു ചിരി, ഇതിനകത്ത് സാഡ് സംഭവമൊന്നുമില്ല. ഇത് നമ്മളൊരു ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഈ പടം. എന്തായാലും വിനീതേട്ടൻ അഴിഞ്ഞാടിയിട്ടുണ്ട്, ഒരു അടിപൊളി സംഭവം. പടം പടം നന്നായിട്ടുണ്ട്. കാരണം ഒട്ടും പ്രതീക്ഷ വന്നേ, ഞാൻ കുറുക്കൻ വൈബ് പ്രതീക്ഷ വന്നേ. ബോഡി ലാംഗ്വേജ് ട്രൈലറുണ്ട്. ഞാൻ ഇപ്പം പല ട്രെയിലും പകുതി കൂടുതൽ കാണാറില്ല. എന്നാലും പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് പിടിച്ചു വന്നതാണ്. ഭയങ്കര ഇഷ്ടപ്പെടും. കാരണം എനിക്ക് സാധാരണ നമ്മൾ ചിരിക്കുമ്പോൾ വളുപ്പ് ഇട്ട് ചിരിക്കും. പക്ഷേ ഇത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല, ക്രിഞ്ചാണ്. ചിരിക്കുള്ളതേ ഉള്ളൂ. പക്ഷേ ചിരിക്കുമെന്ന് പറഞ്ഞിരുന്നാൽ അതായത് സ്പോട്ട് കൗണ്ടർ ഫുൾ സിറ്റുവേഷൻ കോമഡീസാണ്, ചുമ്മാ ഇരുന്ന കോമഡീസ് അല്ല. അപ്പോൾ അതുകൊണ്ട് ഈ മറ്റേ അഡൽട്ട് ജോക്കോ അതൊന്നുമില്ല. എല്ലാവരും സംഭവം പിടിച്ചിട്ടുള്ള സാധനമുണ്ട്. അഭിനയം വയസ്സ് എല്ലാവരും നന്നായിട്ടുണ്ട്. പ്രത്യേകിച്ച് പുള്ളി എൻ്റെ അഭിപ്രായത്തിൽ ഒരു പറയുന്ന സ്കൂളിലാണ്, എന്നാലും 2.25 കുഴപ്പമില്ല. കാരണം പിടിച്ചിടത്തോളം സാധനമുണ്ട്, ഫാമിലിക്ക് കാണാനുള്ള സാധനമുണ്ട്. കാരണം ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ കോമഡി, ഓക്കെ. സെക്കൻഡ് ഹാഫ് ഫുൾ സിറ്റുവേഷൻ കോമഡി. അതായത് നമ്മൾ ഈ എക്സാമ്പിളാണ്, ഒരാൾ തോക്ക് കരുത് വെളി വയ്ക്കുമ്പോൾ പെട്ടെന്ന് ബാക്കിൽ കോമഡി അടിക്കണം, അങ്ങനത്തെ സാധനങ്ങളാണ്. കൊള്ളാം.